വയനാട്ടിലെ കേണിച്ചിറയിലും പരിസര പ്രദേശങ്ങളിലും പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടിവെക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വനമന്ത്രി നിർദ്ദേശം നൽകി. കേണിച്ചിറയിൽ വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘം ഉടനെത്തും. നാട്ടുകാർ ബിനാച്ചി പനമരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. 3 ദിവസം മുമ്പ് ഒരു പശുവിനെ കടുവ പിടിച്ചു. ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകളുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ സമാധാനപരമായ കടുവയെ മറവ് ചെയ്യുകയും ആ കർഷകന് വേണ്ട ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. മേശം കൊടുക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനം അവസാനിപ്പിച്ച ഒരു വിഷയം നിൽക്കുമ്പോഴാണ് ആ കടുവയെ കൂട് വെച്ച് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കടുവ കൂട്ടിൽ കയറാതെ പോയൊരു കടുവയാണ്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി 3 പശുക്കളെ, ബെന്നി അടക്കമുള്ള ആളുകളുടെ സാബുവിന്റെ അടക്കമുള്ള 3 പശുക്കളെ കടുവ പിടിക്കുന്നത്. ഭീതി പൂണ്ട് നടക്കുന്ന ഒരു കടുവയാണത്. ആ കടുവ ജനങ്ങളെ ആക്രമിക്കും എന്നുള്ളൊരു സംശയം വേണ്ട. കാരണം കൂട്ടിൽ കയറി, സുരക്ഷിതമായ കൂട്ടിൽ കയറി പശുക്കളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ നേരെ ആക്രമണമായി വരുമെന്നുള്ള തർക്കം വേണ്ട. ആ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാതെ അടിയന്തരമായി ആ കടുവയെ മയക്കിവിടി വെച്ച് പിടിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഞങ്ങൾക്ക് ഓർഡർ കിട്ടണം. ഓർഡർ കിട്ടുന്നവരെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത്. ബോർഡറിലുള്ള ആളുകളൊക്കെ കടുവയെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇവർ പറയുന്ന കണക്കൊക്കെ ചെറുതാണ്, അതിലൊക്കെ കൂടുതൽ കടുവയുണ്ട്. ഇതിനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കേന്ദ്ര തലത്തിൽ ഉണ്ടാവണം. 50 വർഷത്തെ ഈ വന്യമൃഗ സംരക്ഷണ നിയമം കാലാനുസൃതമാക്കുകയും അത് ഭേദഗതി ചെയ്യുകയും അത് മനുഷ്യത്വപരമാക്കി മാറ്റുകയും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വയനാട്ടില് ഈ വന്യജീവി സംഘർഷം ഇങ്ങനെ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ സൗത്ത് വയനാട് DFO സ്ഥിരം പോസ്റ്റ് ഉണ്ടാവണം, ചെതലയത്ത് റേഞ്ചർ സ്ഥിരം പോസ്റ്റ് ഉണ്ടാവണം. അത്തരം പോരായ്മകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് പരിഹരിക്കണം എന്നുകൂടി ഞങ്ങൾ ഇതിന്റെ കൂടെ പറഞ്ഞു വെക്കുകയാണ്. ദീപക് മലയമ്മ നമ്മോടൊപ്പം ഉണ്ട്. ദീപക്, എന്താണ് പുതിയ അപ്ഡേഷൻ? വനം മന്ത്രി ഇതിനകം തന്നെ മയക്കുവെടി വെക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിദേശ അല്പം മുൻപാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കാണിച്ച ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗത്ത് വയനാട് DFO നിലവിൽ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ കടുവയെ പിടികൂടുന്നത് സംബന്ധിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സർവകക്ഷി നേതാക്കളുമായി ഇതിനോടകം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പൂതാടി പഞ്ചായത്ത് ഓഫീസിലാണ് അത്തരത്തിൽ ചർച്ച. DFO ഇൻചാർജ് ആയിട്ടുള്ള P രഞ്ജിത്തിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കും. അതായത് കഴിഞ്ഞ ഒരു 3 ദിവസത്തിനിടെ 4 പശുക്കളെയാണ് കടുവ ആക്രമിച്ചു കൊന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിക്കും ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയുമാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് നേരം പുലരുന്നത് വരെയുള്ള ആ സമയത്തിനിടയ്ക്ക് 3 പശുക്കളെ കടുവ ആക്രമിച്ചു കൊല്ലുന്ന സാഹചര്യമുണ്ടായി. കേണിച്ചിറ കിഴക്കയിൽ സാബുവിന്റെ പശുവിനെ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കടുവ കൊന്നു. ഒപ്പം തന്നെ എടക്കാട് തെക്കേ പുന്നാപ്പള്ളിയിൽ വർഗീസിന്റെ കടുവയെ കഴിഞ്ഞ ദിവസം കടുവ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആകെ 4 പശുക്കളെ കടുവ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കടക്കം ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന തോൽപ്പട്ടി 17 എന്ന വനംവകുപ്പ് നാമകരണം ചെയ്ത കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടി മാറ്റണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് രാവിലെ 8:30 കൂടിയാണ് പനമരം ബീനാക്കി റോഡിലേക്ക് ഈ പശുക്കളുടെ ജനവുമായി നാട്ടുകാർ എത്തുന്നത്. അങ്ങനെ ആ റോഡ് ഉപരോധിക്കുന്ന പ്രതിഷേധ പരിപാടി ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. കൃത്യമായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവ് മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗികമായുള്ള ഉത്തരവ് ഇറങ്ങാതെ ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് സമരക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ദീപക്, അടുത്ത ബുള്ളറ്റിനുകളിൽ ദീപകിനെ തീർച്ചയായും ബന്ധപ്പെടാം.